അതിജീവിതയോ? ആരാണ് അതിജീവിതയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അല്ല അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഈ അതിജീവിത എന്നോ അല്ലെങ്കിൽ ഒരു ഇരയെന്നൊക്കെ പറയേണ്ട അദ്ദേഹമാണ്, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടും. ഇത് അതിജീവിത എന്ന് പറഞ്ഞാൽ ഇരയൊന്നും അല്ല, ഇരയും അതിജീവിതയൊന്നും അല്ല, അത് കുറച്ച് കുഴപ്പം പിടിച്ച ഒരു പെൺകുട്ടിയാണ്. അത് അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു യുവതി, അത്രയേ ഉള്ളൂ. ആ യുവതി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നല്ലേ അദ്ദേഹം വെളിപ്പെടുത്തിയത്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. ഇത്രയും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയിട്ട് രാഹുൽ മാങ്കൂട്ടം എപ്പോഴെങ്കിലും പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിന് പറയാമായിരുന്നല്ലോ ഈ പെൺകുട്ടി വിവാഹിതയാണ്, അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് പറയാമായിരുന്നു. അദ്ദേഹം അതും പറഞ്ഞിട്ടില്ല. മനസ്സിലായത്? അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ ഈ സംഭവം അറിഞ്ഞു, ഏതോ വിധേയനെ അറിഞ്ഞു, അദ്ദേഹം അത് പുറത്തു പറഞ്ഞു, വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പൊതുജനം മൊത്തത്തിൽ അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷം നിന്നിട്ട്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ മൊത്തം, കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പെൺകുട്ടി ഒരു ചെറിയൊരു ഫ്രോഡത്തരമുണ്ട് എന്ന് മനസ്സിലാവുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞു ഇത് വിവാഹിതയാണ്. അപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. വിവാഹിതമായിട്ടുള്ളൊരു പെണ്ണാണ്, 1 വർഷം പോലും തികയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മാസങ്ങളുടെ ഇത്, അല്ലെങ്കിൽ ആഴ്ചകളുടെ ഇത്, കാര്യം 4 ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പുള്ളിക്കാരി തന്നെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ദിവസത്തിനെ വെച്ച് അടുത്ത ഒരു ചെറിയൊരു പീഡനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല പോട്ടെ, ഉടനെ വന്ന് ഒരു ജനപ്രതിനിധിയുമായിട്ട് ഇടപെടുകയാണ്. അദ്ദേഹമായിട്ട് ഇടപെട്ട് അതിലൊരു കുഞ്ഞ്, ഇതെന്താണ്? വെള്ളരിക്കപ്പെട്ടണോ?